ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കിച്ചൺ വ്ലോഗാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി കുഷ്ക പിന്നെ ചിക്കൻ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രം ചൂടാക്കാൻ വെച്ചു. ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് ഓയിലിട്ടിട്ട് അതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട ശേഷം 2 വലിയ ഓണിയനാണ്. അപ്പോൾ അതും കൂടെ സ്ലൈസായിട്ട് കട്ടാക്കിയിട്ട് നല്ല ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ 2 പച്ചമുളക് ഇടുന്നുണ്ട്. പിന്നെ അത് പെട്ടെന്ന് അത് വാടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സാൾട്ടും കൂടെ ഇട്ട്, അപ്പോൾ അത് കുറച്ച് ബ്രൗണിഷ് കളർ വന്ന ശേഷം ഞാനൊരു 4 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ കുഷ്കയ്ക്ക് മെയിൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ ഞാനത് 4 സ്പൂൺ ഇട്ടു. അപ്പോൾ അതും കൂടെ നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം. അടി പിടിക്കാതെ നോക്കണം. തീ കുറച്ചിട്ട് വേണം ആക്കാൻ. അപ്പോൾ അത് നല്ല അതിൻ്റെ സ്മെല്ലൊക്കെ പോകുന്നവരെ നല്ലോണം ഫ്രൈ ആക്കണം. അതിന് ശേഷം തക്കാളി, ഞാനിതിനകത്തൊരു 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 തക്കാളി അതിനകത്ത് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കി കൊടുത്തു. അപ്പോൾ അത് കുറച്ച് മിക്സാക്കിയ ശേഷം ഞാനിതിലേക്ക് കുറച്ച് മല്ലിയില, പുതിന ഇല, പിന്നെ ഉലുവ ഇല, അത് കർണാടകത്തിൽ ഉലുവ ഇല എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടും, അതും കൂടെ ഇടുന്നുണ്ട്. അത് ഇല്ലെങ്കിൽ സാധാരണ നമ്മൾ പുതിന ഇലയും മല്ലിയിലയും ഇട്ടാൽ മതി, അത് ഓപ്ഷനാണ്. പിന്നെ അതും കൂടെ ഇങ്ങനെ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അത് നല്ല മിക്സാകണം, നല്ല വെന്ത് കിട്ടണം അതിലേക്ക്. അതിന് ശേഷം ഞാൻ കുറച്ച് അതിനകത്ത് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീർ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പച്ചമുളകിന് നല്ല എരിവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് തന്നെ മുളക് പൊടി ഇട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നല്ലോണം ഇളക്കിയ ശേഷം ഒരു 1/2 കപ്പ് ഞാൻ തൈരിടുന്നുണ്ട്. അതും കൂടെ ഇട്ടിട്ട് നല്ല മിക്സാക്കണം. നല്ല മിക്സാക്കി കൊടുത്ത ശേഷം ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന അരിക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അങ്ങനെ ഞാനൊരു 3 ഗ്ലാസ് അരി എടുത്ത് അപ്പോൾ 6 ഗ്ലാസ് വെള്ളമാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് സാൾട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ വെള്ളം തിളച്ച് വന്ന ശേഷം അരി ഇട്ട് കൊടുത്തു. അരി ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അതിനെ മൂടി വെക്കണം. അത് നല്ല തിളച്ച് വരുമ്പോഴത്തേക്കിന് തീ കുറച്ച് വെച്ചെങ്കിൽ ചോറ് നല്ലതാകും, ഇല്ലെങ്കിൽ അടി പിടിക്കുകയെ. പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ചോറായി വന്നിട്ടുണ്ട്. ഇങ്ങനെ നല്ല പൊടി പോലെ ചോറുണ്ടാകും. അപ്പോൾ വെള്ളം നോക്കിയിട്ടിടണം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചിക്കൻ കറിക്ക് ഇടാനുള്ള മസാലയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിലിട്ട്, പിന്നെ ഉള്ളിയിട്ട്, പിന്നെ അത് വെന്ത് വന്ന ശേഷം ഞാൻ മല്ലിയില, പുതിന ഇല, പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം കൂടെ പേസ്റ്റാക്കി എടുത്തു. അത് നല്ല കൂടെ അതിൻ്റെ സ്മെല്ലൊന്നും പോകുന്നവരെ അത് നല്ല ഫ്രൈ ആക്കിയ ശേഷം ഞാൻ തക്കാളി ഇട്ടു. തക്കാളിയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് നല്ലോണം മിക്സാക്കിയിട്ട് നമ്മുടെ കാശ്മീർ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും കൂടെ അതിനകത്ത് ഇട്ടിട്ട് പിന്നെ ചിക്കനും കൂടെ ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തു. ഞാൻ ആദ്യം വെള്ളം ഒഴിച്ചില്ല കേട്ടോ, ആ മസാലയ്ക്കകത്ത് തന്നെ ചിക്കന് വേകണം. അപ്പോൾ ചിക്കന് മസാലയെല്ലാം പിടിക്കണമല്ലോ, അപ്പോൾ വെള്ളം ആദ്യം ഒഴിക്കരുത്. പിന്നെ മസാലയെല്ലാം പിടിച്ച ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അത് നല്ല തിളച്ച് വന്ന ശേഷം പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള നിങ്ങൾ വെള്ളം കൂടെ ഒഴിക്കണം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് ചിക്കൻ വേകാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല വേകുന്നുണ്ട്. ഈ ചൂടിലൊക്കെ ചിക്കൻ കഴിക്കാൻ ഭയങ്കര ചൂടായിരിക്കും ചിക്കനൊക്കെ കഴിച്ച ശേഷം അല്ലേ. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഇടുന്നുണ്ട് ലാസ്റ്റിൽ. ഒരു പാലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, തലപ്പാൽ, ഒരു പാൽ മാത്രം. അപ്പോൾ അതും കൂടി അതിനകത്ത് ഇട്ടിട്ട് കുറേ തിളയ്ക്കാൻ വിടരുത്, പാലൊഴിച്ചിട്ട് കുറച്ച് തിളച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി തളതളാന്ന് പറഞ്ഞത് തിളയ്ക്കുന്ന കണ്ടോ. അപ്പോൾ നിങ്ങളെല്ലാം ഇത് ട്രൈ ആക്കണം. പെട്ടെന്ന് ആരെങ്കിലും വരുന്ന സമയത്ത് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ കുഷ്ക, പിന്നെ കച്ചമ്പർ, ചിക്കൻ കബാബ്, സലാഡ്, പിന്നെ നമ്മുടെ ചിക്കൻ കറി,
അപ്പോൾ ഇന്നത്തേതായിരുന്നു ഫ്രണ്ട്സ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ മറക്കാണ്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ആക്കണം. എല്ലാവരും ട്രൈ ആക്കി നോക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സി യു. എൻ്റെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.